ഹലോ എവരിവൺ, എല്ലാവർക്കും ഹാരപ്പൻസ് ഹിസ്റ്ററി ഹബിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആൻഡ് ഇന്നത്തെ വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ പിക്ക് ചെയ്തിരിക്കുന്ന ടോപ്പിക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് മറ്റൊന്നുമല്ല, കാറൽ മാർക്സിന്റെ ഐഡിയോളജി. നമുക്ക് അതിനെ മാർസിയൻ സോഷ്യലിസം അല്ലെങ്കിൽ സയന്റിഫിക് സോഷ്യലിസം എന്ന് നമുക്ക് അതിനെ ഡിസ്ക്രൈബ് ചെയ്യാം. നമ്മുടെ സിലബസിനകത്ത് വേൾഡ് ഹിസ്റ്ററി പേപ്പർ 2 വേൾഡ് ഹിസ്റ്ററി സിലബസ് എടുക്കുമ്പോൾ ആദ്യത്തെ ഇത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും, എൻലൈറ്റ്മെന്റ് ആൻഡ് മോഡേൺ ഐഡിയാസ് എന്ന് പറഞ്ഞ്. അതിനകത്ത് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്, മാർസിയൻ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. ആൻഡ് ഇത് ഒരു വീഡിയോയിൽ കൂടി നിങ്ങളോട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചതിന്റെ കാരണം ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ്. പ്രഥമ ദൃഷ്ടിയാൽ ചിലപ്പോൾ ഇത് കണ്ടിട്ട് ആൾക്കാരെങ്കിൽ ഞെട്ടിപ്പോവും. അതിന്റെ റീസൺ ആ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയോളജിക്കൽ ക്ലാരിറ്റി മാർക്സിസത്തിനെ പറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പൊ നമുക്ക് ചുമ്മാ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. മാർസിയൻ സോഷ്യലിസം claims itself to be a scientific socialist theory, capable of explaining the history of humankind. Discuss 20 മാർക്കിന്. മറ്റൊരു ചോദ്യം നോക്കിയോ. കാറൽ മാർക്സ് applied his critical intelligence to wealth of nations, where Smith had seen only the sunlight. Marx saw only the shadows thrown upon the human scene by the unimpeded excesses of individual liberty. ഈ ചോദ്യങ്ങളൊക്കെ കാണുമ്പോൾ പലപ്പോഴും ആസ്പിറൻസ് അങ്ങോട്ടങ്ങ് ഞെട്ടിപ്പോയി, ഇതിനൊക്കെ എന്ത് ഉത്തരം എഴുതും എന്നുള്ള രീതിക്ക്. പക്ഷെ സംഭവം എന്താണെന്ന് പ്രോപ്പറായിട്ട് നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ, ആ കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഏറ്റവും കുറഞ്ഞൊരു 4-5 രീതിക്ക് നിങ്ങൾക്ക് ആൻസേഴ്സ് ഫ്രെയിം ചെയ്യാൻ പറ്റും. ഇപ്പം ഒരു 4 ടൈപ്സ് ഓഫ് ആൻസേഴ്സ് ഫ്രെയിം ചെയ്യാൻ പറ്റും. അത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റും, അത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ പലർക്കും ആ ഒരു കേപ്പബിലിറ്റി ഇല്ല. അതുകൊണ്ട് നമ്മൾ വൺസ് ആൻഡ് ഫോർ ഓൾ മാർക്സിസം എന്താണെന്ന് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നു. മാർക്സിസം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് സയന്റിഫിക് സോഷ്യലിസം എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. സോ മാർക്സിസം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നമ്മൾ സോഷ്യലിസം എന്ന് പറയുന്ന ഫിലോസഫി അല്ലെങ്കിൽ ഒരു ഐഡിയോളജി, പൊളിറ്റിക്കൽ ഐഡിയോളജി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. സോഷ്യലിസം എന്ന് പറഞ്ഞൊരു തിയറിനെ പറ്റിയിട്ട് പല ഡെഫിനിഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ എനിക്ക് മനസ്സിലായ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഇട്ട് തന്നിരിക്കുന്നു എന്ന് മാത്രം. സോഷ്യലിസം എന്താണ്? ഇത് ബേസിക്കലി ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി ആണ്, അല്ലെങ്കിൽ ഒരു തിയറിയാണ് ഓഫ് സോഷ്യൽ ഓർഗനൈസേഷൻസ്. സൊസൈറ്റി എങ്ങനെ ഓർഗനൈസ്ഡ് ആകണം എന്ന് പറയുന്ന ബേസിക്കലി ഒരു തിയറിയാണ്. ആൻഡ് എന്താണ് ഈ തിയറി പറയുന്നത് അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ചെയ്യുന്നത്? എന്താണ് ഈ തിയറി അഡ്വക്കേറ്റ് ചെയ്യുന്നത്? ദാറ്റ് 3 കാര്യങ്ങൾ ഏതൊക്കെ? മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സ്ചേഞ്ച്. 3 കാര്യങ്ങൾ: പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സ്ചേഞ്ച്. ഇറ്റ് ഷുഡ് ബി ഓൺഡ് ബൈ ദി പോപ്പുലേഷൻ ആസ് എ ഹോൾ. ഇറ്റ് ഷുഡ് ബി ഓൺഡ് ബൈ ദി പോപ്പുലേഷൻ ആസ് എ ഹോൾ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദി എൻഡ് റിസൾട്ട് പ്രൊപ്പോർഷനേറ്റ്ലി. And distribute the end result proportionately. ഇതാണ് ബേസിക്കലി സോഷ്യലിസം എന്ന് പറയുന്ന ഒരു തിയറി മുന്നോട്ട് വെക്കുന്നത്. മാർക്സിന് മുമ്പ് നമുക്ക് ഇഷ്ടം പോലെ സോഷ്യലിസ്റ്റ് തിങ്കേഴ്സിനെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ റോബർട്ട് ഓവൻ, ലൂയിസ് ബ്ലാങ്ക്, ചാൾസ് ഫോയെ, ഇങ്ങനത്തെ ഒത്തിരി സോഷ്യലിസ്റ്റ് ഫിലോസഫേഴ്സിനെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 19-ാം നൂറ്റാണ്ടിന്റെ തുടക്ക കാലഘട്ടം തൊട്ട് തന്നെ നമുക്ക് യൂറോപ്പിൽ കാണാൻ സാധിക്കും. പക്ഷേ ഇവരുടെയൊക്കെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഇവരുടെയൊക്കെ വലിയൊരു ലിമിറ്റേഷൻ. അതുകൊണ്ട് തന്നെ മാർക്സിന് മുമ്പുള്ള എല്ലാ സോഷ്യലിസ്റ്റുകളെ, നമ്മൾ ഏർലി സോഷ്യലിസ്റ്റുകളെ നമ്മൾ ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റ് എന്ന് വിളിക്കും. മാർക്സിന് മുമ്പുള്ള ആൾക്കാരെ നമ്മൾ ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റുകൾ എന്നും വിളിക്കും. അവരെ നമ്മൾ അങ്ങനെ വിളിക്കാനായിട്ടുള്ള റീസൺ, ഇവർ സംഭവം എന്താണെന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഇത് എങ്ങനെ പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യുമെന്ന് ഇവർക്കൊരു സൊല്യൂഷൻ മുന്നോട്ട് വെക്കാൻ സാധിച്ചില്ല. 3 കാര്യങ്ങൾ. ഇറ്റ് ഷുഡ് ബി ഓൺഡ് ബൈ ദി പോപ്പുലേഷൻ ആസ് എ ഹോൾ. അത് ബേസിക്കലി ഒരു ഉട്ടോപ്യൻ ഐഡിയ ആണ്. അതെങ്ങനെയാണ് പ്രാക്ടിക്കലാക്കി മാറ്റുക എന്ന് ഇവർ പറഞ്ഞില്ല. ഇവരെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ ക്യാപിറ്റലിസ്റ്റ് ആൾക്കാരുടെയും സമൂഹത്തിന്റെ ഒക്കെ മാനസിക പരിവർത്തനമായിരുന്നു ഇവരെ സംബന്ധിച്ച് സൊല്യൂഷൻ. ഒരു മോറൽ പെർസുവേഷൻ, ഇതെങ്ങനെ ഇംപ്ലിമെന്റഡ് ആകും, ഒരു ഈക്വൽ സൊസൈറ്റിനെ പറ്റിയിട്ടൊക്കെ ഇവരെല്ലാവരും ചിന്തിച്ചു. കാരണം ഇന്നിക്വാളിറ്റി, ഇൻഡസ്ട്രിയലൈസേഷൻ വന്നപ്പോൾ ഭയങ്കരമായിട്ട് ഇന്നിക്വാളിറ്റി കൂടി. അതുകൊണ്ട് ഒരു ഈക്വൽ സൊസൈറ്റി, ഒരു ജസ്റ്റിസ് ഉള്ള സൊസൈറ്റിനെ പറ്റിയിട്ടൊക്കെ ഇവർ ചിന്തിച്ചു, പ്രസംഗിച്ചു. പക്ഷെ ഇവരുടെ സൊല്യൂഷൻ എന്തായിരുന്നു? ഒരു മോറൽ പെർസുവേഷൻ അല്ലെങ്കിൽ ആൾക്കാരുടെ ഒരു മാനസിക പരിവർത്തനമായിരുന്നു. അത് ഹൈലി ഇംപ്രാക്ടിക്കലാണ്. അതുകൊണ്ട് വർക്കബിൾ ആയിട്ടുള്ളൊരു സൊല്യൂഷൻ തന്നെ മാർക്സ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ സയന്റിഫിക് സോഷ്യലിസം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാർക്സിന്റെ തിയറിയിലേക്ക് നമുക്ക് മെല്ലെ ഒന്ന് കടക്കാം. മാർക്സ് ബേസിക്കലി എന്താണ്?
നമ്മുടെ ഹ്യൂമൻ ഹിസ്റ്ററിനെ ശരിക്കും പറഞ്ഞാൽ പല ഘട്ടങ്ങളായിട്ട് തിരിച്ചു. അതാണ് നമ്മൾ ഈ ചോദ്യത്തിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. കേപ്പബിൾ ഓഫ് എക്സ്പ്ലെയിനിങ് ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ്. മാർക്സ് എന്താ ചെയ്തത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. മാർക്സ് ബേസിക്കലി എന്ത് ചെയ്തു? ഹ്യൂമൻ ഹിസ്റ്ററിനെ പല ഘട്ടങ്ങളായിട്ട് പല ഫേസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. നമ്മൾ എല്ലാവരും ആദിമ കാലഘട്ടത്തിൽ ട്രൈബൽസ് ആയിരുന്നു അല്ലെ. സോ ട്രൈബൽ സൊസൈറ്റിയിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇല്ലാത്തത് കൊണ്ട് എന്തുണ്ട്? ഇഗാലിറ്റേറിയനിസം അല്ലെങ്കിൽ സോഷ്യോ ഇക്കണോമിക് ഇക്വാലിറ്റി ഉണ്ട്. ഇതാണല്ലോ നമ്മൾ ഏൻഷ്യന്റ് ഇന്ത്യയിൽ ഏർലി വേദിക് ടൈമിനെ പറ്റിയിട്ടും പഠിക്കുന്നത്. ഏർലി വേദിക് ടൈമിൽ നമുക്ക് ട്രൈബൽ ഇഗാലിറ്റേറിയനിസം ഉണ്ട്. പക്ഷെ ലേറ്റർ വേദിക് ടൈം ആയപ്പോൾ പാട്രിയാർക്കി, മൊണാർക്കി, ഇൻഇക്വാലിറ്റി ഇങ്ങനത്തെ കാര്യങ്ങൾ വന്നു. അതിന്റെ റീസൺ എന്താണ്? ട്രൈബൽ അല്ലെങ്കിൽ ഒരു നൊമാഡിക് വേ ഓഫ് ലൈഫ് നമ്മൾ എന്ത് ചെയ്തു? ഇല്ലാണ്ടാക്കി എന്നുള്ളത് കൊണ്ടാണ്. സോ നമ്മൾക്ക് ആ ഒരു ട്രൈബൽ ഫേസിൽ നമുക്ക് എപ്പോഴും എന്തുണ്ട്? ഒരു സോഷ്യോ ഇക്കണോമിക് ഇക്വാലിറ്റി കാണാൻ സാധിക്കും. സോ അങ്ങനത്തെ ഒരു ട്രൈബൽ ഇഗാലിറ്റേറിയനിസം ഉള്ള ആ ടൈമിനെ മാർക്സ് പ്രിമിറ്റീവ് കമ്മ്യൂണിസം എന്ന് വിശേഷിപ്പിച്ചു. പിന്നീട് ഒരു സ്ലേവ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. സോ മാർക്സ് ബേസിക്കലി എല്ലാം ഇക്കണോമിക്സിന്റെ ആംഗിളിലാണ് കേട്ടോ ചരിത്രത്തിനെ കാണുന്നത്. അത് മാർക്സിസത്തിന്റെ ഒരു പ്രത്യേകതയാണ്. മാർക്സിനെ സംബന്ധിച്ച് എല്ലാം തന്നെ ഇക്കോണമിക്സ് ആണ്, മെറ്റീരിയൽ കണ്ടീഷൻസ് ആണ് എല്ലാം തന്നെ. മാർക്സ് ഇക്കോണമീനെ ബേസ് സ്ട്രക്ചർ എന്നാണ് വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ബേസ് സ്ട്രക്ചർ ആയിട്ടുള്ള ഇക്കണോമിക്സിൽ മാറ്റം വരുമ്പോൾ സൂപ്പർ സ്ട്രക്ചർ ആയിട്ടുള്ള റിലീജിയൻ, ഫാമിലി ഇങ്ങനത്തെ കാര്യങ്ങളിലും മാറ്റം വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സോ ഇക്കോണമിനെ ബേസ് സ്ട്രക്ചർ ആക്കി വെച്ച് ബാക്കിയെല്ലാം പൊളിറ്റി, സൊസൈറ്റിയിലെ ബാക്കി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ സൂപ്പർ സ്ട്രക്ചേഴ്സ് എന്ന് വിശേഷിപ്പിച്ച ആളാണ് മാർക്സ്. സോ എല്ലാം തന്നെ ഇക്കണോമിക്സിനെ ബേസ് ചെയ്തിട്ടാണ് പുള്ളി മനസ്സിലാക്കാൻ ശ്രമിച്ചത്. സോ പിന്നീട് എന്ത് ചെയ്തു? ഒരു സ്ലേവ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് ഒരു ഫ്യൂഡൽ മോഡ് ഓഫ് പ്രൊഡക്ഷൻ സ്റ്റാർട്ടഡ് ആവുന്നു. അതിനുശേഷം ക്യാപിറ്റലിസം, ഇൻഡസ്ട്രിയലൈസേഷനുകളോടും അല്ല ക്യാപിറ്റലിസം ഉണ്ടാവുന്നു. ആൻഡ് പിന്നീട് മാർക്സ് അഭിപ്രായപ്പെട്ടു ക്യാപിറ്റലിസം ശരിക്കും പറഞ്ഞാൽ ഇൻഹെറന്റ്ലി ഫ്ലോഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അതുകൊണ്ട് ക്യാപിറ്റലിസം എന്ത് ചെയ്യും? സോഷ്യലിസത്തിന് വഴിവെക്കും. ആൻഡ് ലോകം മൊത്തം സോഷ്യലിസം സ്പ്രെഡ് ആയി കഴിയുമ്പോൾ എന്തുണ്ടാകും? കോമ്യൂണിസം ഉണ്ടാകും. സോ കമ്മ്യൂണിസം അല്ലെങ്കിൽ കോമ്യൂണിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു ഫ്യൂച്ചർ എൻഡാണ്. മാർക്സ് സ്വപ്നം കണ്ട ഒരു ഫ്യൂച്ചർ എൻഡാണ്. സോഷ്യലിസ്റ്റ് ഗവൺമെന്റുകൾ ലോകം മൊത്തം വന്നു കഴിയുമ്പോൾ ലോകം മൊത്തം ഒരു സോഷ്യോ ഇക്കണോമിക് ഇക്വാളിറ്റി ഉണ്ടാകും. അങ്ങനെ മാർക്സ് കണ്ട ആ സ്വപ്നത്തിനെയാണ് നമ്മൾ കമ്മ്യൂണിസം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ കോമ്യൂണിസം എന്ന് വിശേഷിപ്പിക്കുന്നത്. സോ ഇതായിരുന്നു മാർക്സിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ. മാർക്സ് പറഞ്ഞു ക്യാപിറ്റലിസം ഭയങ്കര ഒരു ഇൻജസ്റ്റിസ്, ഇൻഇക്വാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി അത് ഇൻഹെറന്റ്ലി ഫ്ലോഡ് ആണ്. ക്യാപിറ്റലിസം തന്നെ അതിന്റെ തകർച്ചയ്ക്ക് കാരണമായി മാറും. ക്യാപിറ്റലിസം തന്നെ സോഷ്യലിസത്തിന്റെ വഴി വെക്കും എന്നൊക്കെയുള്ള ഒരു പ്രഡിക്ഷൻ ആണ് മാർക്സിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ആൻഡ് മാർക്സ് ഒരു കാര്യം കൂടി പറയുന്നു, ദാറ്റ് സോഷ്യലിസം വിൽ ബി ദി ലാസ്റ്റ് അച്ചീവബിൾ ഫേസ് ഓഫ് ഹ്യൂമാനിറ്റി. അങ്ങനെ ഒരു പ്രവചനം അല്ലെങ്കിൽ പ്രോഫസി കൂടി നടത്തിയ ഒരു പൊളിറ്റിക്കൽ തിങ്കർ ആണ് ആര്? മാർക്സ് എന്ന് പറഞ്ഞത്. സോ ഇങ്ങനെ ഒരു ഹ്യൂമൻ ഹിസ്റ്ററിനെ പല രീതിക്ക് അദ്ദേഹം ഡിവൈഡ് ചെയ്യാൻ ഒരു ശ്രമം നടത്തുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് ഈ പല ഫേസ് ആക്കി മാറ്റില്ല. അപ്പം ഒരു ഫേസിൽ നിന്ന് മറ്റൊരു ഫേസിലേക്ക് മാറി. ഇപ്പം പ്രോട്ടോ കമ്മ്യൂണിസം ഉണ്ട് അല്ലെ, പിന്നെ സ്ലേവ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്, പിന്നീട് ഫ്യൂഡൽ മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്, ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. സോ ഇങ്ങനെ പല പല മാറ്റങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് മാറി എന്നും സയന്റിഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാർക്സ് ട്രൈ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ എക്സ്പ്ലനേഷൻ ആണ് ഡയലറ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറഞ്ഞത്. മലയാളത്തിലാണെങ്കിൽ നമ്മൾ വൈരുദ്ധാത്മിക ഭൗതികവാദം എന്നൊക്കെ പറയും. ഡയലറ്റിക്കൽ മെറ്റീരിയലിസം. ഈ ഡയലറ്റിക്കൽ മെറ്റീരിയലിസം നമ്മൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഹെഗലിന്റെ ഡയലറ്റിക്സിനെ പറ്റിയിട്ടൊന്ന് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ ഒരു തവണ UPSC ചോദിച്ചൊരു കാര്യമാണ് ഹെഗലിൽ നിന്ന് എത്രത്തോളം ഇൻസ്പയർഡ് ആണ് മാർക്സിസം എന്ന് പറഞ്ഞൊരു ആംഗിൾ. സോ അത് കറക്റ്റ് ആണ്. സോ അത് നമുക്ക് ഇവിടുന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു ജർമ്മൻ ഫിലോസഫർ ഉണ്ട്, GWH ഹെഗൽ എന്ന് പറഞ്ഞ്. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമാണ് ഡയലറ്റിക്സ് എന്ന് പറഞ്ഞ, ഡയലറ്റിസിസം എന്ന് പറഞ്ഞാൽ അതെന്താന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഹെഗൽ പറഞ്ഞ ഇതാണ്, സമൂഹം പ്രോഗ്രസ് ചെയ്തത് ഐഡിയാസിന്റെ ഡയലറ്റിക്സ് കാരണം. ഐഡിയാസിന്റെ ഡയലറ്റിക്സ് കാരണമാണ് സമൂഹം പ്രോഗ്രസ് ചെയ്തത്. എന്താന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ ഒരു ഐഡിയ ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു ഐഡിയ ഉണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് അതിനെ വേണമെങ്കിൽ തീസീസ് എന്ന് വിളിക്കാം. നമുക്കിതിനെ തീസീസ് എന്ന് വിളിക്കാം. ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കണം, അതിനെ ഒപ്പോസ് ചെയ്യുന്ന ഈക്വലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫോഴ്സും കാണുമല്ലോ, ഒരു ഐഡിയയും കാണുമല്ലോ. അതിനെ അദ്ദേഹം എന്ത് വിളിച്ചു? ആന്റി തീസീസ് എന്ന് വിളിച്ചു.
ഓക്കെ, സോ തീസിസ് എന്നും ആന്റി തീസിസ് എന്നും വിളിച്ചു. പക്ഷെ കുറച്ച് കാലം കഴിയുമ്പോൾ തന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു, ഫൈറ്റ് ചെയ്ത് ഇതിന്റെ നല്ല വശങ്ങളും ഇതിന്റെ നല്ല വശങ്ങളും കൂടി ചേർന്ന് ഒരു സിന്തസിസ് ഉണ്ടാവും. ഓക്കെ, ഒരു ഐഡിയ ഉണ്ട്, ഓപ്പോസിംഗ് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇനിഷ്യൽ ടൈമിൽ കലഹിക്കുമായിരിക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേനും രണ്ടിന്റെയും നല്ല കാര്യങ്ങൾ വന്നിട്ട് ഒരു സിന്തസിസ് ഉണ്ടാവും. ഇത് പിന്നീട് ഹ്യൂമൻ പ്രോഗ്രസിന് എന്ത് ചെയ്യും, ഹെൽപ്പായിട്ട് മാറും. സോ ഒരു തലമുറ കഴിയുമ്പോഴത്തേനും എന്തായിരിക്കും, ഇതിന് രണ്ടിന്റെ സിന്തസിസ് ആയിരിക്കും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് പ്രോഗ്രസിന്റെ കാരണമായി മാറുകയും ചെയ്യും. ആൻഡ് ഈ സിന്തസിസിനെ നമുക്ക് എന്താണ്, അടുത്ത ഒരു തീസീസ് ആയിട്ട് നമുക്ക് സങ്കല്പിക്കാം. ഓക്കെ, ഈ ഒരു ഐഡിയനെ, ഇതിന് രണ്ടിന്റെ നല്ല വശങ്ങൾ കൊണ്ട് എമേർജ് ചെയ്ത് ഇതിനെ മറ്റൊരു ഐഡിയ അല്ലെങ്കിൽ തീസീസ് ആയിട്ട് നമുക്ക് സങ്കല്പിക്കാം. അപ്പോൾ ഇതിന് ഈക്വലി ഓപ്പോസിംഗ് ആയിട്ടുള്ള മറ്റൊരു ആന്റി തീസിസും കാണുമല്ലോ. ഓക്കെ, മറ്റൊരു ആന്റി തീസിസും കാണുമല്ലോ. ഇതാണ് ഹെഗലിനെ സംബന്ധിച്ച് എന്ത് ഡയലക്റ്റിസിസം എന്ന് പറയുന്നത്. ഓക്കെ, 1 സെക്കൻഡ്, ഇത് ഞാനൊന്ന് നോക്കിക്കോട്ടെ. ഓക്കെ, അപ്പൊ ഇതാണ് ഹെഗലിനെ സംബന്ധിച്ച്. ഓക്കെ, സോ ഇങ്ങനെ ഐഡിയാസ്. അപ്പം ഹെഗൽ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. ഇത് ഫസ്റ്റ് ജനറേഷനിലെ തീസീസ് ആന്റി തീസീസ്, ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കും. ഇവിടെ നിന്ന് രണ്ടിന്റെയും കൂടി നല്ലൊരു സാധനം സിന്തസിസ് ആയിട്ട് വരും. ഇത് പിന്നീട് ഒരു തീസിസ് ആയിട്ട് വരും. ഇതിന് പിന്നീട് ഒരു ആന്റി തീസിസ് ഉണ്ടാവും. ഇവര് തമ്മിൽ കലഹിക്കും. പിന്നീട് ഇതിന്റെ രണ്ടിന്റെയും നല്ലൊരു സാധനം എമേർജ് ചെയ്ത് വരും. സോ ഇങ്ങനത്തെ ഒരു സംഭവമാണ് ഹെഗൽ പറഞ്ഞത്. സോ ഹെഗൽ പറഞ്ഞു വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഫസ്റ്റ് ജനറേഷനിൽ ഉണ്ടായിരിക്കുന്ന ഐഡിയ ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ്ലി നശിക്കുന്നില്ല. അതിന്റെ ചെറിയ അംശങ്ങൾ ഹ്യൂമൻ പ്രോഗ്രസ്സിൽ നമുക്ക് ഇങ്ങനെ നമ്മുടെ DNA ഇങ്ങനെ കിടക്കുന്ന പോലെ നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. സോ ഹെഗലിന്റെ ഡയലക്റ്റിസം എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ പ്രോഗ്രസ്സിന് കാരണമായി മാറിയിരിക്കുന്ന എന്താണ്, ഡിഫറെന്റ് ഐഡിയാസ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ്. ഓക്കെ, ഡിഫറെന്റ് ഐഡിയാസ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഒരു ഇന്ററാക്ഷൻ, ഒരു എക്സ്ചേഞ്ച് ആണ് എന്ത്, ഹ്യൂമൻ പ്രോഗ്രസിന് കാരണമായി മാറുന്നത്. ഓക്കെ, ദ ഫാക്ടേഴ്സ് ഡ്രൈവിംഗ് ദി ചേഞ്ച് എന്താണ്, ഐഡിയാസ്. ഓക്കെ, ഫാക്ടേഴ്സ് ഡ്രൈവിംഗ് ദി ചേഞ്ച് ഐഡിയാസ്. ഇതാണ് ഹെഗലിന്റെ ഡയലക്റ്റിസം എന്ന് പറഞ്ഞത്. മാർസ് ഇതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിരുന്നു. ഓക്കെ, മാർസ് ഇതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിരുന്നു. പക്ഷെ മാർസ് പറഞ്ഞു ഫാക്ടേഴ്സ് ഡ്രൈവിംഗ് ദി ചേഞ്ച് ഐഡിയാസ് അല്ല, മറിച്ച് എന്താണ്, മെറ്റീരിയൽ കണ്ടീഷൻസ് ആണ്. ഓക്കെ, ഇതാണ് മാർസ് പറഞ്ഞത്. ഇതാണ് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറഞ്ഞത്. സോ ഇതിനെ നമുക്ക് കുറച്ചും കൂടി ഡെപ്തിലേക്ക് കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്താണെന്നുള്ളത് ബേസിക്കലി എന്താണ്, മെറ്റീരിയൽ കണ്ടീഷൻസ് ആണ് മാറ്റങ്ങൾക്ക്, ഐഡിയാസ് അല്ല, മെറ്റീരിയൽ കണ്ടീഷൻസ് ആണ് മാറ്റങ്ങൾക്ക് കാരണമായി മാറുന്നത്. നിങ്ങൾ എന്താ പറഞ്ഞ ഏതൊരു ഫേസ് എടുത്തോ, ഓക്കെ, ഏതൊരു മോഡ് ഓഫ് പ്രൊഡക്ഷൻ വേണമെങ്കിലും എടുത്തോ, ഇപ്പൊ സ്ലേവ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ, ഫ്യൂഡൽ മോഡ് ഓഫ് പ്രൊഡക്ഷൻ, ഇങ്ങനത്തെ മോഡ് ഓഫ് പ്രൊഡക്ഷൻ എടുക്കുവാണെങ്കിൽ ശരിക്കും പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ഒബ്വിയസ്ലി ദർ വിൽ ബി ഫോഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, പ്രൊഡക്ഷനെ ഡ്രൈവ് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, ഫോഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. രണ്ട്, ഈ പ്രൊഡക്ഷൻ നടക്കുന്നത് കൊണ്ട് സമൂഹത്തിൽ ചില റിലേഷൻസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഒരു ഇക്കോണമി ഉള്ളത് കൊണ്ട് സമൂഹത്തിൽ എന്ത് ചെയ്യും, ചില റിലേഷൻസ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ഫോഴ്സ് ഓഫ് പ്രൊഡക്ഷനും ഉണ്ട്, റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷനും ഉണ്ട്. സോ ഈ ചേഞ്ച് കൊണ്ടുവരുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഫോഴ്സ് ഭയങ്കര ഡൈനാമിക്കാണ്. കാരണം സയൻസ് എപ്പോഴും പ്രോഗ്രസ് ചെയ്യുന്ന ഒരു സാധനമാണല്ലോ. സോ സയൻസ് ഭയങ്കരമായിട്ട് പ്രോഗ്രസ് ചെയ്യുന്നത് കൊണ്ട് ഈ ഫോഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യും, മാറും. ഓക്കെ, പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേനും ഈ റിലേഷൻസ് മാറാത്തത് കൊണ്ട്, ഓക്കെ, ഈ റിലേഷൻസ് മാറാത്തത് കൊണ്ട് ഈ ഫോഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഒരു പരിധിയിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഫോഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഓക്കെ, അല്ലെങ്കിൽ ഈ ഫോഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ക്ലാസസ്, അത് ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് ആയിക്കോട്ടെ, മിഡിൽ ക്ലാസ് ആയിക്കോട്ടെ, ഫ്യൂഡൽ ക്ലാസ് ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഈ ഫോഴ്സ് ഓഫ് പ്രൊഡക്ഷനും അത് ക്രിയേറ്റ് ചെയ്യുന്ന ക്ലാസസും എന്ത് ചെയ്യും, ഈ റിലേഷൻസിനെ മാറ്റും. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ മാറ്റങ്ങൾ വരുന്നത് എന്നാ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഭയങ്കര സിമ്പിൾ ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് പറയാം. ഓക്കെ, അതായത് ഒരു ഫ്യൂഡൽ മോഡ് ഓഫ് പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് സങ്കല്പിക്കാം. അപ്പൊ അവിടുത്തെ മേജർ ഫോഴ്സ് എന്താണ്, സെർഫുകളുടെ, സെർഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ എന്ന് വിളിക്കാൻ പറ്റും, കുടിയാന്മാരെന്ന് വിളിക്കാൻ പറ്റും. ജന്മി കുടിയാൻ ബന്ധമാണല്ലോ ഫ്യൂഡലിസം. സോ ഒരു ഫ്യൂഡൽ മോഡ് ഓഫ് പ്രൊഡക്ഷനിലെ ഫോഴ്സ് എന്താണ്, സെർവ്സ് അല്ലെങ്കിൽ കുടിയാന്മാർ ഓഫർ ചെയ്യുന്ന ഫ്രീ ലേബർ ആണ്. ഓക്കെ, അവർ ഓഫർ ചെയ്യുന്ന ഫ്രീ ലേബർ ആണ് ബേസിക്കലി അവിടുത്തെ ഫോഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞത്. പിന്നീട് എന്ത് ചെയ്തു,
ഇൻഡസ്ട്രിയലൈസേഷൻ വരാൻ തുടങ്ങി. ഇൻഡസ്ട്രിയലൈസേഷൻ വരാൻ തുടങ്ങിയപ്പോൾ ഈ ഫോഴ്സ് ഓഫ് പ്രൊഡക്ഷൻ മാറി. ഇൻഡസ്ട്രിയലൈസേഷൻ, ക്യാപിറ്റലിസം, അങ്ങനെ പുതിയ ഫോഴ്സസ്, ഇക്കോണമിയിലെ പുതിയ ഫോഴ്സസ് എന്ത് ചെയ്തു? പ്രൊഡക്ഷനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. പക്ഷെ റിലേഷൻഷിപ്പിൽ മാറുന്നുണ്ടോ? ഇല്ല. റിലേഷൻഷിപ്പിൽ മാറുന്നില്ല. പക്ഷെ ക്യാപിറ്റലിസത്തിനൊക്കെ എന്ത് ചെയ്യണം? ഫർദർ പ്രോഗ്രസ് ചെയ്യണമെങ്കിൽ ഈ റിലേഷൻസ് മാറണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ക്യാപിറ്റലിസത്തിന്റെ ഡിമാൻഡ് എന്താണ്? ഫ്രീ ലേബർ അല്ല, മറിച്ച് സ്കിൽഡ് ആയിട്ടുള്ള, മൊബൈൽ ആയിട്ടുള്ള ലേബർ ആണ് ക്യാപിറ്റലിസത്തിന്റെ ആവശ്യകത. സ്കിൽഡ് ആയിട്ടുള്ള, മൊബൈൽ ആയിട്ടുള്ള ലേബർ ആണ് ക്യാപിറ്റലിസത്തിന് ആവശ്യം. ഈ റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ ഉള്ളത് കൊണ്ട് അത് നടക്കുമോ? ഇല്ല. കാരണം ജന്യ വ്യവസ്ഥയില് കുടിയാനെ ഒരു മണ്ണിലേക്ക് തളച്ചിട്ടിരിക്കുകയാണ്. സർഫ് ഈസ് ആക്ച്വലി ടൈഡ് ടു എ ലാൻഡ്. അത് ഫ്യൂഡൽ റിലേഷൻസിന്റെ പ്രത്യേകതയാണ്. ഒരു വില്ലേജിൽ നിന്ന് മറ്റൊരു വില്ലേജിലേക്ക് പോകാനായിട്ടുള്ള അനുവാദം പോലും ആർക്കില്ല? കുടിയാന്മാർക്കില്ല, അല്ലെങ്കിൽ സർഫുകൾക്കില്ല. അവർ മൊബൈൽ അല്ല. സോ ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ വന്നു കഴിയുമ്പോൾ അവരുടെ ഡിമാൻഡ് എന്താണ്? അല്ലെങ്കിൽ അവർ ക്യാപിറ്റലിസം ക്രിയേറ്റ് ചെയ്ത ക്ലാസസ്, അത് ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് ആയിക്കോട്ടെ, മിഡിൽ ക്ലാസ് ആയിക്കോട്ടെ, അവരുടെ ഡിമാൻഡ് എന്താണ്? സ്കിൽഡ് ആൻഡ് മൊബൈൽ ലേബർ. സോ ക്യാപിറ്റലിസവും ഫോഴ്സ് എന്താണ്? ക്യാപിറ്റലിസം അത് ക്രിയേറ്റ് ചെയ്ത ക്ലാസ്, മിഡിൽ ക്ലാസ് ആയിക്കോട്ടെ, ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് ആയിക്കോട്ടെ, അവരെന്ത് ചെയ്യും? റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷനെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. സോ ഇങ്ങനെയാണ് മാറ്റങ്ങൾ വരുന്നത് എന്നാണ് മാർസ് പറഞ്ഞത്. സോ ഓരോ കാലഘട്ടത്തിലും ഉണ്ടായ മാറ്റങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാർസ് ഉപയോഗിച്ച ആ തിയറിനെ നമുക്ക് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറയാം. ദിസ് ഈസ് ആക്ച്വലി ഇൻസ്പയർഡ് ബൈ ദ ഡയലക്റ്റിക്സ് ഓഫ് ഹെഗൽ ആൻഡ് ഹി ആർഗ്യൂഡ് ദാറ്റ് instead of ideas it is material conditions that triggers change. അത് ഒത്തിരി എക്സാമ്പിൾസ് അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പൊ അമേരിക്കൻ സിവിൽ വാറിനെ പറ്റിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പം നോർത്ത് സൗത്ത് ഡിവൈഡ്, നോർത്ത് എന്തുകൊണ്ട് ആന്റി സ്ലേവറി മൂവ്മെന്റിന് നേതൃത്വം കൊടുക്കുന്നു? കാരണം നോർത്ത് ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ട് മാറി. നോർത്ത് ഒരു ക്യാപിറ്റലിസ്റ്റ് വേൾഡ് ആയിട്ട് മാറി. മറ്റേവര് എന്താ പറഞ്ഞ പ്ലാന്റേഷൻ അഗ്രികൾച്ചർ ഫോളോ ചെയ്യുന്ന ഒരു ഫ്യൂഡൽ സൊസൈറ്റി ആയിരുന്നു. അപ്പൊ നോർത്തിലെ ക്യാപിറ്റലിസ്റ്റ് ആൾക്കാർക്ക് ഫ്രീ ആൻഡ് മൊബൈൽ ലേബർ വേണം, അത് സ്കിൽഡ് ആൻഡ് മൊബൈൽ ലേബർ വേണം. അതൊരിക്കലും സ്ലേവറി കൊടുക്കില്ല. അല്ലാതെ നോർത്തിലെ ആൾക്കാർ മാനസികപരമായിട്ട് ഭയങ്കര മൊറാലിറ്റിയിൽ ഭയങ്കര ഒരു ഉന്നതി ഉണ്ടായത് കൊണ്ടല്ല അവർ ആന്റി സ്ലേവറി ആൾക്കാരായിട്ട് മാറുന്നത്. ബ്രിട്ടന്റെ കേസ് എടുത്തോ. ബ്രിട്ടനിൽ 1832 റിഫോംസ് ഒക്കെ വരുന്നുണ്ട്. അവിടെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ മാറ്റങ്ങൾക്കെല്ലാം മുന്നിൽ നിൽക്കുന്ന ആരാണ്? ക്യാപിറ്റലിസം പ്രൊഡ്യൂസ് ചെയ്ത ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ആണ്. സോ അവരാണ് ഈ മാറ്റങ്ങളെല്ലാം കൊണ്ടുവരുന്നത്. അവരാണല്ലോ ഈ ജനാധിപത്യം, ലിബറൽ ഡെമോക്രസി എന്ന് പറയുന്ന മാറ്റങ്ങൾ തന്നെ കൊണ്ടുവന്നിരിക്കുന്ന എന്താണ്? ക്യാപിറ്റലിസം കൊണ്ട് വന്ന മിഡിൽ ക്ലാസ് ആണല്ലോ. സോ ഇങ്ങനെയാണ് മാർക്സ് ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിന്റെ ആ മാറ്റങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തെന്ന് അറിഞ്ഞിരിക്കാം. അത്യാവശ്യം സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. അടുത്തത് മാർക്സിന്റെ ഫിലോസഫി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും വിട്ടുപോകാൻ പാടില്ലാതെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട സംഭവമാണ് ദ തിയറി ഓഫ് സർപ്ലസ് വാല്യൂ. ഇത് മനസ്സിലായെങ്കിൽ മാത്രമേ ഉള്ളൂ എന്തുകൊണ്ട് സോഷ്യലിസ്റ്റ് എക്സ്പെരിമെന്റുകൾ ലോകത്ത് ഒരു ബ്ലെൻഡറായി മാറി. ഇക്കണോമിക്കലി സോഷ്യലിസ്റ്റ് എക്സ്പെരിമെന്റ്സ് എന്തുകൊണ്ട് ഒരു ബ്ലെൻഡറായി മാറി എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇത് മനസ്സിലാക്കണം. സോ തിയറി ഓഫ് സർപ്ലസ് വാല്യൂ. തിയറി ഓഫ് സർപ്ലസ് വാല്യൂ ഇത്രേ പറയുന്നുള്ളൂ. വാല്യൂ ഉള്ള ഏക ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്താണ്? ലേബർ ആണ്. നിങ്ങൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ പറ്റി കേട്ട് കാണായിരിക്കും. ലാൻഡ്, ലേബർ, അല്ലെ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. സോ ഇതിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ആകെ വാല്യൂ ഉള്ള ഫാക്ടർ ഏതാണ്? ലേബറുമാണ്. ലേബർ ഈസ് ദ ഓൺലി മെഷർ ഓഫ് വാല്യൂ. ആൻഡ് മാർക്സ് പറയുന്നു വെൽത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ആക്ച്വലി ദി പ്രൊഡക്റ്റ് ഓഫ് ലേബർ. ഒരു പ്രോഡക്റ്റിന്റെ വാല്യൂ, അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ വെൽത്ത്, ഒരു ഇക്കോണമിന്റെ വെൽത്ത് എല്ലാം തന്നെ എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ലേബർ ആണ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ഒരു ക്യാപിറ്റലിസ്റ്റിന് അദ്ദേഹത്തിന് പ്രോഫിറ്റ് വേണമെങ്കിൽ എന്ത് വേണം? തൊഴിലാളിക്ക് അർഹതപ്പെട്ട വേതനം കൊടുക്കാൻ പാടില്ല. തൊഴിലാളിക്ക് അർഹതപ്പെട്ട വേതനം കൊടുക്കാത്ത ഒരു സാഹചര്യത്തിലേ എന്തുണ്ടാകത്തുള്ളൂ? ക്യാപിറ്റലിസത്തിന് പ്രോഫിറ്റ് ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് മാർക്സ് പറഞ്ഞു ക്യാപിറ്റലിസം എന്താണ്? ബൈ ഇൻ ഇറ്റ് സെൽഫ് അതൊരു ഒപ്രസീവ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. സർപ്ലസ് വാല്യൂ ഈസ് ഈക്വൽ ടു ദി ന്യൂ വാല്യൂ ക്രിയേറ്റഡ് ബൈ ദി വർക്കേഴ്സ് ഇൻ എക്സസ് ഓഫ് ദെയർ ഓൺ ലേബർ കോസ്റ്റ് വിച്ച് ഈസ് അപ്രോപ്രിയേറ്റഡ് ബൈ ദി ക്യാപിറ്റലിസ്റ്റ് ആസ് പ്രോഫിറ്റ്. Capitalist always pays his workers less than the value their labor has added to the goods. കാരണം എങ്കിൽ മാത്രമേ അവന് ഇതുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയിൽ
ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയിൽ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ഇന്നിക്വാളിറ്റി സംഭവിക്കും. തൊഴിലാളിക്ക് അവൻ അർഹതപ്പെട്ടത് കൊടുക്കുന്നില്ല എങ്കിൽ മാത്രമേ ക്യാപിറ്റലിസ്റ്റിന് ലാഭമുള്ളൂ. അതുകൊണ്ട് ഒരു ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിൽ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ അവിടെ എന്തുണ്ടാവും? ഇന്നിക്വാളിറ്റി സംഭവിക്കും. ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയിൽ പ്രൊഡക്ഷൻ നടക്കും തോറും എന്ത് സംഭവിക്കും? ഇന്നിക്വാളിറ്റിയുടെ അകലവും കൂടും. ഇന്നിക്വാളിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, സോ ഇങ്ങനെ ആ ഇന്നിക്വാളിറ്റീനെ മാർക്സ് അഡ്രസ്സ് ചെയ്തതാണ് ബേസിക്കലി തിയറി ഓഫ് സർപ്ലസ് വാല്യൂ എന്ന് പറഞ്ഞത്. ഇതാണ് ബേസിക്കലി സോഷ്യലിസ്റ്റ് എക്സ്പെരിമെന്റ്സ് പൊട്ടിപ്പോകാനായിട്ടുള്ള ഒരു കാരണം കേട്ടോ. മാർക്സ് ഇക്കണോമിക്കലി സോഷ്യലി അതിന് ഒത്തിരി നല്ല കാര്യങ്ങളുണ്ടെങ്കിലും ഇക്കണോമിക്കലി സോഷ്യലിസം അല്ലെങ്കിൽ മാർക്സിസം പൊട്ടിപ്പോകാനായിട്ടുള്ള മെയിൻ റീസൺ ഇതാണ്. ദ ഒൺലി വാല്യൂ ഓഫ് ഫാക്ടർ എന്താണ്? ലേബർ ആണ്. എങ്ങനെയാണ് ലാൻഡിന് വാല്യൂ ഇല്ലാണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് ക്യാപിറ്റലിന് വാല്യൂ ഇല്ലാണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഓണ്ടർപ്രണറിന് വാല്യൂ ഇല്ലാണ്ടിരിക്കുന്നത്? അവൻ എടുക്കുന്ന റിസ്കിനെ മാനിക്കുന്നില്ല മാർക്സിസം. അതുകൊണ്ടാണ് മാർക്സിസത്തിന് വെൽത്ത്, ക്യാപിറ്റലിനെ വില വെക്കാത്ത ഒരു സിസ്റ്റത്തിന് എങ്ങനെയാണ് വെൽത്ത് ഉണ്ടാക്കാൻ പറ്റുന്നത്? അതാണ് ഇക്കണോമിക്കലി ഇത് ബേസിക്കലി ഒരു ബ്ലെൻഡറായി മാറുന്നത്. സോ ഇനി നമുക്ക് മാർക്സിസത്തിലേക്ക് തിരിച്ചു വരാം. മാർക്സ് പറഞ്ഞു ക്യാപിറ്റലിസം എന്ത് ചെയ്യും? ഇന്നിക്വാളിറ്റി ഇൻക്രീസ് ചെയ്യും. സോ ഇങ്ങനെ പ്രൊഡക്ഷൻ കൂടി 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 വരുമ്പോഴത്തേനും എന്ത് സംഭവിക്കും? ഒരു പ്രത്യേക ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അതെന്താണ്? മാർക്കറ്റ് ഫെയിലിയർ. ഓക്കെ, സോ ക്യാപിറ്റലിസത്തിൽ പ്രൊഡക്ഷൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് എന്തിന് കാരണമായി മാറും? മാർക്കറ്റ് ഫെയിലിയറിന് കാരണമായി മാറും. മാർക്കറ്റ് ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഓവർ പ്രൊഡക്ഷൻ ആൻഡ് അണ്ടർ കൺസംഷൻ. ക്യാപിറ്റലിസ്റ്റുകളകത്ത് ഭയങ്കര വെൽത്തി ആയി മാറി, അവർക്ക് എത്ര വേണമെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാം, പക്ഷെ ഇത് ആരെങ്കിലും മേടിക്കണ്ടേ? ആർക്കും മേടിക്കാനായിട്ടില്ല. അങ്ങനെ അത് മാർക്കറ്റ് ഫെയിലിയറിന് കാരണമായി മാറും. ആൻഡ് മാർക്സ് പറഞ്ഞു, മാർക്സ് 19ാം നൂറ്റാണ്ടിലിരുന്നാണല്ലോ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ജീവിച്ച്. മാർക്സ് പറഞ്ഞു യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ട് ക്യാപിറ്റലിസ്റ്റ് ആയിട്ട് മാറിയ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഈ മാർക്കറ്റ് ഫെയിലിയർ ഒരു പരിധി വരെ തടഞ്ഞു നിർത്താൻ സാധിക്കും. എങ്ങനെ? ബൈ ക്യാപ്ചറിങ് കോളനീസ്, ബൈ ക്യാപ്ചറിങ് ന്യൂ മാർക്കറ്റ്സ് ത്രൂ കോളനൈസേഷൻ. ശരിക്കും പറഞ്ഞാൽ 19ാം നൂറ്റാണ്ടിൽ അതിനു വേണ്ടിയിട്ടാണല്ലോ യൂറോപ്യൻസ് കോളനിവൽക്കരണം ഭയങ്കരമായിട്ട് ശക്തമാക്കിയത്. അവരുടെ സമൂഹങ്ങൾക്ക് ആവശ്യമായതിന്റെ 100-150 ഇരട്ടിയാണ് അവരുടെ ഫാക്ടറീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് ആരെങ്കിലുമൊക്കെ മേടിക്കണ്ടേ? അതുകൊണ്ടാണ് 19ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻ ഇംപീരിയലിസം ആൻഡ് കൊളോണിയലിസത്തിന്റെ സ്പീഡ് കൂടുന്നത്, ടു ഫൈൻഡ് ന്യൂ മാർക്കറ്റ്സ്. മാർക്സ് പറഞ്ഞു കുറച്ച് നാളത്തേക്ക് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റീസിന് ഈ മാർക്കറ്റ് ഫെയിലിയറിനെ തടഞ്ഞു നിർത്താൻ സാധിക്കും. എങ്ങനെ? ബൈ ക്യാപ്ചറിങ് അതർ കൺട്രീസ് ആസ് കോളനീസ് ആൻഡ് കൺവേർട്ടിങ് ദം ആസ് മാർക്കറ്റ്. പക്ഷേ ലോകം ചെറുതാ. എത്രയെന്ന് പറഞ്ഞ് ഇവർ, എത്ര സ്ഥലം എന്ന് പറഞ്ഞ് ഇവർ കോളനി വലിക്കിരിക്കുന്നത്. അതുകൊണ്ട് ദിസ് കാനോട്ട് ഗോ അൺഎൻഡ്ലെസ്ലി. ഓക്കെ, ദിസ് കാനോട്ട് ഗോ അൺഎൻഡ്ലെസ്ലി. സോ എന്താണ്? ബൈ ഇൻ ഇറ്റ് സെൽഫ് ഇതൊരു ഫ്ലോഡ് സിസ്റ്റമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഈ സിസ്റ്റം എന്ത് ചെയ്യണം? ഓവർത്രോ ചെയ്യണം. അത് മാനവരാശിക്ക് നല്ലതാണ്. ആൻഡ് ആ ഒരു ഓവർത്രോയ്ക്കുള്ള ഒരു ആഹ്വാനമാണ് പിന്നീട് മാർക്സിസ്റ്റ് ഫിലോസഫീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതെന്തായാലും പൊളിഞ്ഞു പോകുന്ന ഒരു സിസ്റ്റമാണ്. പൊളിഞ്ഞു പോകുന്നത് വരെ എന്തിന് തൊഴിലാളികൾ സഫർ ചെയ്യണം? ഓക്കെ, ഈ സിസ്റ്റത്തിനെ അട്ടിമറിക്കൂ എന്നുള്ളൊരു ആഹ്വാനം മാർക്സിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നു. എന്തുകൊണ്ട് അട്ടിമറിക്കണം? ക്യാപിറ്റലിസ്റ്റുകൾ അവരുടെ പ്രിവിലേജസ് ഒരിക്കലും ഗീവപ്പ് ചെയ്യില്ല. ഈ ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റുകൾ പറഞ്ഞ മോറൽ പെർസ്യൂഷൻ ഒന്നും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ ആൾക്കാരും അവർ എൻജോയ് ചെയ്യുന്ന പ്രിവിലേജസ് ഒന്നും വേണ്ട എന്നൊന്നും വെക്കത്തൊന്നുമില്ല. ഓക്കെ, മോറൽ പെർസ്യൂഷൻ ഒന്നും പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള സംഭവമല്ല. ഇത് ഓവർത്രോ തന്നെ ചെയ്യണം, ഇതിനെ അട്ടിമറിക്കുക തന്നെ ചെയ്യണം. ആൻഡ് ഇത് ആരട്ടിമറിക്കണം? വർക്കിംഗ് ക്ലാസ് തന്നെ അട്ടിമറിക്കണം. ഓക്കെ, വർക്കിംഗ് ക്ലാസ് തന്നെ അട്ടിമറിക്കണം. കാരണം ഈ സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിക്കുന്ന ആരാ? വർക്കിംഗ് ക്ലാസ്. അതുകൊണ്ട് ഇവർ തന്നെ ഇതിനെ അട്ടിമറിക്കണം. എങ്ങനെ? ഒരു വർഗ സമരത്തിൽ കൂടി. ഓക്കെ, ഒരു വർഗ സമരത്തിൽ കൂടി, ഒരു ക്ലാസ് സ്ട്രഗിള്. വർക്കിംഗ് ക്ലാസ് ഒന്നിക്കണം. ഓക്കെ, വർക്കേഴ്സ് ഓഫ് ദി വേൾഡ് യുണൈറ്റ്, അങ്ങനെയാണല്ലോ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? സോ ഒരു വർക്കേഴ്സ് ഒന്നിക്കണം. അങ്ങനെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ക്ലാസ് സ്ട്രഗിൾ ഉണ്ടാകണം. ഈ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിനെ എന്ത് ചെയ്യണം? ഓവർത്രോ ചെയ്യണം. ഇതാണ് മാർക്സ് ആഹ്വാനം ചെയ്തത്. പക്ഷെ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിനെ ഓവർത്രോ ചെയ്യൂ എന്നുള്ളൊരു ആഹ്വാനത്തിൽ മാർക്സിസം നിൽക്കുന്നില്ല. അതിനുശേഷം എന്ത് എന്നുള്ളൊരു സൊല്യൂഷനും കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. അദ്ദേഹം പറഞ്ഞു അതിനുശേഷം തൊഴിലാളികൾ എന്തിനു വേണ്ടി ശ്രമിക്കണം? പ്രൊലറ്റേറിയൻ ഡിക്റ്റേറ്റർഷിപ്പിന് വേണ്ടി ശ്രമിക്കണം. പ്രൊലറ്റേറിയൻ ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, വർക്കിംഗ് ക്ലാസിന്റെ ഡിക്റ്റേറ്റർഷിപ്പ്. പ്രൊലറ്റേറിയൻ എന്ന വാക്കിന്റെ അർത്ഥം വർക്കിംഗ് ക്ലാസ് എന്നാണ്. ഓക്കെ, വർക്കിംഗ് ക്ലാസിന്റെ ഡിക്റ്റേറ്റർഷിപ്പ്. ഗവൺമെന്റിൽ ആര് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ? വർക്കിംഗ് ക്ലാസ്സിൽ പെടുന്ന ആൾക്കാർ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അത് ലെജിസ്ലേച്ചർ ആയിക്കോട്ടെ, എക്സിക്യൂട്ടീവ് ആയിക്കോട്ടെ, ജുഡീഷ്യറി ആയിക്കോട്ടെ, ബ്യൂറോക്രസി ആയിക്കോട്ടെ, എല്ലായിടത്തും
വർക്കിംഗ് ക്ലാസ്സിലെ മെമ്പേഴ്സ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു ഗവൺമെന്റിന് മാത്രമേ ഉള്ളൂ വർക്കിംഗ് ക്ലാസ്സിനെ, അങ്ങനെയുള്ള ഗവൺമെന്റിന് മാത്രമേ വർക്കിംഗ് ക്ലാസ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇദ്ദേഹം ലിബറൽ ഡെമോക്രസിനെ തള്ളിക്കളഞ്ഞു കേട്ടോ. അദ്ദേഹം പറഞ്ഞു ലിബറൽ ഡെമോക്രസി എപ്പോഴും മിഡിൽ ക്ലാസിന്റെയും ക്യാപിറ്റലിസ്റ്റ് ക്ലാസിന്റെയും ഇൻട്രസ്റ്റ് മാത്രമേ സെർവ് ചെയ്യുന്നുള്ളൂ. വർക്കിംഗ് ക്ലാസിന് ഇൻട്രസ്റ്റ് സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വർക്കിംഗ് ക്ലാസ് ഡിക്റ്റേറ്റർഷിപ്പ് തന്നെ വരണം എന്ന് ആഹ്വാനം ചെയ്ത ആളാണ് അദ്ദേഹം. Working class should act as the vanguard of the socialist revolution by creating a proletarian dictatorship. ഇതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ മതി, കമ്മ്യൂണിസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ള എല്ലാ രാജ്യങ്ങളിലും അവർ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ, മറ്റൊരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിനെ പ്രവർത്തിക്കാൻ പോലും അനുവദിക്കത്തില്ല. അവര് പറയുന്ന ഒരു സംഭവം പ്രൊലറ്റേറിയൻ ഡിക്റ്റേറ്റർഷിപ്പ് ആണോ? ശരിയാണ്. പക്ഷെ ഇത് ക്യാപിറ്റലിസ്റ്റ് ആൾക്കാരുടെ, ഫ്യൂഡൽ ആൾക്കാരുടെ ഡിക്റ്റേറ്റർഷിപ്പ് അല്ല, ഏറ്റവും താഴെ കിടക്കുന്ന വർക്കിംഗ് ക്ലാസിന്റെ ഡിക്റ്റേറ്റർഷിപ്പ് ആണ്. അവർ പറഞ്ഞു ഇതൊരു ഗ്രേറ്റർ ഗുഡാണ്. കാരണം ഇങ്ങനത്തെ ഒരു വ്യവസ്ഥയ്ക്ക് മാത്രമേ നീതി അല്ലെങ്കിൽ ജസ്റ്റിസ് ഉറപ്പുവരുത്താൻ സാധിക്കത്തുള്ളൂ. സോ ഡിക്റ്റേറ്റർഷിപ്പിന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് അവിടെ ഇൻഡിവിജ്വൽ ലിബർട്ടി ഒന്നും ഉണ്ടാകത്തില്ല. അപ്പൊ മാർക്സ് പറഞ്ഞു യെസ്, ആൾക്കാരുടെ ലിബർട്ടി കട്ടേൽഡ് ആവും, സോ വാട്ട്, ഇറ്റ് ഈസ് ഫോർ ഗ്രേറ്റർ ഗുഡ്. കാരണം എങ്കിൽ മാത്രമേ തൊഴിലാളികൾക്കും താഴെ കിടക്കുന്ന ആൾക്കാർക്കും നീതി കിട്ടത്തുള്ളൂ, ജസ്റ്റിസ് സമൂഹത്തിൽ ഉണ്ടാകത്തുള്ളൂ എന്ന് വാദിച്ച ഒരാളാണ് മാർക്സ്. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. മാർക്സ് ക്ലാസ് അനൈഹിലേഷനെ പറ്റിയിട്ടും പറയുന്നുണ്ട്. ക്യാപിറ്റലിസ്റ്റ് ക്ലാസിന്റെ അനൈഹിലേഷൻ, ഉന്മൂലനത്തിനെ പറ്റിയിട്ടും അദ്ദേഹം പറയുന്നുണ്ട്. അത് ബേസിക്, പക്ഷെ അതൊരു ഫിസിക്കൽ അനൈഹിലേഷൻ അല്ലായിരുന്നു കേട്ടോ. ക്യാപിറ്റലിസ്റ്റ് ആൾക്കാരെ കൊന്നൊടുക്കുക എന്നുള്ള ആഹ്വാനമല്ല, ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥ ഉണ്ടാകാൻ പാടില്ല. സോ ക്യാപിറ്റലിസ്റ്റ് ക്ലാസിന്റെ ഒരു അനൈഹിലേഷനെ പറ്റിയിട്ടും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ പിന്നീട് ലെനിനെ പോലുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്തു, അത് ഫിസിക്കൽ അനൈഹിലേഷൻ ആക്കി മാറ്റി. ആൾക്കാരെ കൊന്നു തള്ളുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. ആൻഡ് അവസാനം ഒരു ഉട്ടോപ്യൻ കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു നിർത്തുന്നു. ഇങ്ങനത്തെ സോഷ്യലിസ്റ്റ് ഗവൺമെന്റുകൾ, പ്രൊലറ്റേറിയൻ ഡിക്റ്റേറ്റർഷിപ്പ് ലോകം മൊത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ, സോഷ്യലിസ്റ്റ് സൊസൈറ്റി ലോകം മൊത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലാസ്ലെസ് ആയിട്ടുള്ള, ഒരു സ്റ്റേറ്റ്ലെസ് ആയിട്ടുള്ള വേൾഡ് ഉണ്ടാകും എന്നുള്ളൊരു പ്രവചനം അല്ലെങ്കിൽ ഒരു പ്രോഫസിയിലാണ് അദ്ദേഹത്തിന്റെ ഫിലോസഫി എൻഡ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് കാറൽ മാർക്സ് ആൻഡ് ഹിസ് ഐഡിയോളജി കോൾഡ് മാർക്സിസം ഓർ സയന്റിഫിക് സോഷ്യലിസം. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ ആദ്യമേ കണ്ട ആ ക്വസ്റ്റ്യൻസും കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കുക. ഈസി ആയിട്ട് നിങ്ങൾക്ക് നല്ല ആൻസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ഇങ്ങനെ തിങ്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ചോദ്യങ്ങൾക്ക് ഒരു രീതിക്കല്ല ആൻസർ എഴുതാൻ പറ്റുന്നത്, മൾട്ടിപ്പിൾ രീതിക്ക് നിങ്ങൾക്ക് ആൻസേഴ്സ് എഴുതാനായിട്ട് പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇതേപോലെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.